നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മളൊക്കെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെക്കാറുണ്ട്. നമ്മൾ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയം നമ്മൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കും. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നല്ല നല്ല വീഡിയോകളൊക്കെ അല്ലെങ്കിൽ നല്ല നല്ല ഫോട്ടോസുകളൊക്കെ സ്റ്റാറ്റസ് ആക്കി വെക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പലപ്പോഴും നമ്മൾ നമ്മുടെ സുഹൃത്ത് വെച്ചൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ നമുക്ക് അത് സ്റ്റാറ്റസ് വെക്കണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സുഹൃത്തിനോട് മെസ്സേജ് അയച്ച് ചോദിക്കും, ആ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് അയച്ചു തരുമെന്ന്. കാരണം നമുക്കത് സ്റ്റാറ്റസ് വെക്കാൻ വേണ്ടിയൊക്കെ. എന്നാൽ പലപ്പോഴും അത് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ അവരോട് ചോദിക്കണം, ചിലപ്പോൾ അവർക്ക് അയച്ചു തരാൻ താല്പര്യം ഉണ്ടായിരിക്കില്ല. പക്ഷേ നമുക്ക് നമ്മുടെ ഫോണിനകത്ത് തന്നെ അവരോട് ചോദിക്കാതെ നമ്മുടെ ഫോണിനകത്ത് തന്നെ ഈ വാട്സപ്പിലെ ഈ സ്റ്റാറ്റസുകളെല്ലാം സേവ് ആയി കിടക്കുന്നുണ്ട്. ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിൽ വെച്ചിരിക്കുന്ന ഫോട്ടോ വീഡിയോ ഒക്കെ നമ്മുടെ ഫോണിനകത്ത് സേവ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടെത്താമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. ഒരു ആപ്പും വേണ്ട, നിങ്ങളുടെ ഫോണിനകത്ത് തന്നെ ഒളിച്ചിരിപ്പുണ്ട് ആ സാധനം. ഞാനത് എടുത്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് എല്ലാം ഒന്നൊരു തവണ മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് ഫോട്ടോ ആണോ വേണ്ടത്, ഫോട്ടോ നിങ്ങൾ ആ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലെ ഫോട്ടോ നമ്മൾ ഇതുപോലെ കണ്ടു കൊടുക്കുക. കണ്ടതിന് ശേഷം വീഡിയോസ് ആണെങ്കിലും ഫോട്ടോസ് ആണെങ്കിലും നമ്മൾ പൂർണ്ണമായിട്ട് ആദ്യം കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഫയൽ മാനേജർ എന്നുള്ള ഒരു ആപ്പ് ഉണ്ടാവും. എല്ലാവരുടെ ഫോണിലും ഉണ്ടാവും ഫയൽ മാനേജർ എന്നുള്ള ആപ്പ്. എല്ലാ ആപ്പിലും ഇത് ലഭ്യമാണ്. പക്ഷേ ഓരോ ഫയൽ മാനേജർ ആപ്പിനകത്തും ഓരോ സ്ഥലങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഞാനിവിടെ ASD ഫയൽ മാനേജർ എന്നുള്ള ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ആപ്പാണ്. ഇതിനകത്ത് നമുക്ക് താഴെ ഡൗൺലോഡ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഏറ്റവും താഴെ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ഒരു ചിഹ്നം ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന വാട്സപ്പിൻ്റെ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും വാട്സപ്പ് സ്റ്റാറ്റസ് എന്ന പേരിൽ 2 വാട്സപ്പ്. അതായത് ഞാനിവിടെ നോർമൽ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട്, വാട്സപ്പ് ബിസിനസ് ഉപയോഗിക്കുന്നുണ്ട്. അത് രണ്ടിൻ്റെ ഇവിടെ കാണാൻ സാധിക്കും. ഒന്നാമത്തെ വാട്സപ്പിലെ ഫോട്ടോസ് ഒന്നും, രണ്ടാമത്തെ വീഡിയോസ് ഒന്നും കാണാം, മൂന്നാമത്തെ സേവ്ഡ് ഒന്നും. ഇനി വാട്സപ്പ് ബിസിനസ്സിലേക്ക് വന്നാലും അതേ ഫീച്ചർ തന്നെയാണ്. ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചിരുന്നതിന് വേണ്ടി ആദ്യം ഫോട്ടോസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം എൻ്റെ വാട്സപ്പിലെ സ്റ്റാറ്റസ് ഫോട്ടോസുകളാണ്. അതായത് എൻ്റെ സുഹൃത്തുക്കൾ സ്റ്റാറ്റസ് വെച്ചിരിക്കുന്ന ഫോട്ടോസുകളാണ് ഇതെല്ലാം. അപ്പോൾ നമുക്കിത് ഇവിടെ വെച്ച് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് ഏത് ഫോട്ടോ ആണോ വേണ്ടതെങ്കിൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് എല്ലാത്തിൻ്റെ ഒരു പച്ച ബട്ടൺ കാണും. ഈ പച്ച ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക് ഇതാ സേവ്ഡ് എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേണ്ടതൊക്കെ ഇതുപോലെ സേവ്ഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഈ പച്ച ബട്ടൺ ഇവിടെ താഴെ ഭാഗത്തേക്ക് ഒരു ഡൗൺലോഡിൻ്റെ പച്ച ബട്ടൺ കാണും. അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡൗൺലോഡ് ആക്കാൻ അല്ലെങ്കിൽ സേവ് ആക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഇതുപോലെ സേവ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും അവസാനം കാണാം ആ സേവ്ഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സേവ് ആയത് കാണാൻ സാധിക്കുകയും ചെയ്യും. ഇനി ഇവിടെ വീഡിയോസിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ വീഡിയോസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസിലെ വീഡിയോസുകളൊക്കെ ഇവിടെ ഉണ്ട്. സ്റ്റാറ്റസിലെ വീഡിയോസുകൾ ഇപ്പോൾ നമ്മൾ കണ്ട സ്റ്റാറ്റസ് വീഡിയോസുകളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെയും നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡൗൺലോഡിൻ്റെ ചെറിയ പച്ച ബട്ടൺ കാണും. അതിനകത്തൊന്ന് ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് സേവ്ഡ് ആകും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇതുപോലെ സേവ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഓർക്കുക, ഇങ്ങനെ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ 24 മണിക്കൂറാകുമ്പം ആ വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഈ സ്ഥലത്ത് നിന്ന് റിമൂവ് ആയി പോകും. സാധാരണ വാട്സപ്പിലെ സ്റ്റാറ്റസ് പോകുന്ന സമയത്ത് തന്നെ ഇതിൽ നിന്നും റിമൂവ് ആയി പോകും. അപ്പോൾ നമ്മൾ ഏതൊക്കെ സേവ് ചെയ്ത് വെക്കുന്നോ സേവ് ചെയ്ത് വെച്ചാൽ മാത്രം ഇതിനകത്ത് സേവ് ആയി കിടക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ വീഡിയോ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഇതുപോലെ നമ്മൾ സേവ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. ജസ്റ്റ് കണ്ടുപോയാൽ 24 മണിക്കൂറാകുമ്പം അത് സ്റ്റാറ്റസ് റിമൂവ് ആവുന്നതോടൊപ്പം ഈ ഫോട്ടോയും റിമൂവ് ആയി പോകും. ഇത് ASD ഫയൽ മാനേജർ എന്നുള്ള ആപ്പിനകത്താണ് ഞാൻ കാണിച്ചത്. ഇനി ഇവിടെ വേറൊരു ഫയൽ മാനേജർ ആപ്പ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാണ്. ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് വേണ്ടി മാത്രം ഡൗൺലോഡ് ചെയ്യുകയാണ്. ഓരോ ഫയൽ മാനേജർ ആപ്പിനകത്തും ഈ സൗകര്യമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇടതു ഭാഗത്ത് 3 ലൈൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ഒന്ന് കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓരോ ഫയൽ മാനേജറും വ്യത്യസ്തമായിരിക്കും. ഇവിടെ ഈ ഒരു ഫയൽ മാനേജറിനകത്ത് ഷോ ഹിഡൻ ഫയൽസ് എന്ന് മുകളിൽ കാണാം സെറ്റിങ്സിൽ. അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണം. കാരണം സ്റ്റാറ്റസുകളൊക്കെ ഫയൽ മാനേജറിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ഫീച്ചറാണ്. അതുകൊണ്ട് തന്നെ ഷോ ഹിഡൻ ഫയൽ ഒളിഞ്ഞു കിടക്കുന്നതൊക്കെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള സെറ്റിങ്സാണ് അത്. ആ ഒരു ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഫയൽ മാനേജറിൽ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് ഫോൾഡർ കാണും. ഏറ്റവും മുകളിൽ അതിനകത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആൻഡ്രോയിഡ് എന്നുള്ളൊരു ഫോൾഡർ ഇവിടെ കാണാൻ സാധിക്കും. ഈ കാണുന്ന ആൻഡ്രോയിഡ് എന്നുള്ള ഫോൾഡർ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ മീഡിയ എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിങ്ങൾ വാട്സപ്പ് എന്നുള്ള ഫോൾഡർ കാണും. അതിനകത്ത് വാട്സപ്പ് എന്നുള്ള ഫോൾഡർ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വീണ്ടും വാട്സപ്പ് എന്നുള്ള ഫോൾഡർ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണിക്കും. ഇവിടെ താഴെ മീഡിയ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പിലെ സ്റ്റാറ്റസുകളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ ഈസിയായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാ ഫയൽ മാനേജറിനകത്തും ഈ സൗകര്യങ്ങളൊക്കെ ലഭ്യമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.